കുറച്ചേറെ നാൾ മുമ്പ് മണ്ണാർക്കാട് പോത്തൊഴുക്കാവ് അമ്പലത്തിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ അവിടെ ഒന്ന് പോകണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും സാധിച്ചിട്ടില്ല. അന്നേരം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിയോഗമാകുമ്പോൾ ചിലപ്പോൾ അവിടെ എത്തിച്ചേരും എന്നുള്ളത്. അങ്ങനെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ചെന്ന നേരം അമ്പലം തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ മേൽശാന്തിയായിട്ടുള്ള അനീഷേട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ നേരെ പോയത്. അമ്പലത്തിന് തൊട്ടടുത്തായിട്ടുള്ള ശാന്തിമഠത്തിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ കുറച്ച് വിഷ്വൽസാണ്. അത് കഴിഞ്ഞ് മാളൂട്ടി അവിടെ സെറ്റായപ്പോൾ ഞാൻ മെല്ലെ പതിയെ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അമ്പലത്തിൻ്റെയൊക്കെ അമ്പലവും അമ്പലത്തിനോട് ചേർന്നുള്ള ചുറ്റുപാടൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. എല്ലാ അമ്പലങ്ങളിലും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ച അവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട് കേട്ടോ. അതാണ് ഗുരുതി പൂജ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള വഴിപാടാണ്. മാത്രമല്ല ഏറ്റവും പ്രത്യേകതയുള്ള വഴിപാടാണ് കേട്ടോ. എൻ്റെ ഒരുക്കങ്ങളും കളം റെഡിയാക്കലൊക്കെയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കാണ് കേട്ടോ ഈ വഴിപാട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നുള്ള ആളുകൾ പോലും അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഈ ഒരു വഴിപാട് നടത്താനായിട്ട് നിൽക്കാറുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. കുന്തിപ്പുഴയും അതിനോട് ചേർന്നുള്ള തടയണയും എല്ലാം കൂടി അതിൻ്റെ തീരത്തായിട്ടാണ് കേട്ടോ നമ്മളുടെ പോത്തൊഴുക്കാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം കുട്ടികളായിട്ടും ഫാമിലിയായിട്ടും അതല്ലാതെ അവിടെ അടുത്തുള്ള ആളുകളായിട്ടും ഒക്കെ അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. മഴയും വെള്ളമൊക്കെ ഉള്ള ടൈമിൽ ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആളും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അവിടേക്ക് ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അന്നത്തെ ദിവസം അവിടെ രാവിലെ പൂമുടലേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ക്ഷേത്രമൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രം മാത്രമല്ല ദേവിയും നന്നായിട്ട് അലങ്കരിച്ചിട്ട് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കുറേ നാളുകൾ കൊണ്ട് കാത്തിരുന്നിട്ട് ആ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇത്രയും നാൾ വെയിറ്റ് ചെയ്യിപ്പിച്ചതെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം നട തുറന്നപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾക്ക് നടുവിലായിട്ടിരിക്കുന്ന ദേവീനെയാണ് കേട്ടോ. ഭയങ്കര ഒരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഒന്ന് മൊത്തം അവിടെ കറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അനീഷേട്ടൻ്റെ വൈഫായിട്ടുള്ള രഞ്ജു ചേച്ചി ഇതേ കുറച്ച് സാരികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാളൂട്ടിക്ക് പട്ടുപാവാടയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് കൂടുതലും ദേവിയെ ചാർത്തിയിട്ടുള്ള സാരികളാണ് കേട്ടോ. അതാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ ദീപാരാധനയോട് അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു, അമ്പലത്തിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ചുറ്റുവിളക്കൊക്കെ കത്തിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് വിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ദീപാരാധന ഏതാണ്ട് ആയി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദീപാരാധനയും ചീവേലിയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഗുരുതി പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുരുതി പൂജ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു പൂജയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. മാളൂട്ടി പിന്നെ അനീഷേട്ടൻ്റെ മോളുടെ കൂടെയും അതുപോലെ തന്നെ ചേച്ചിയുടെ കൂടെയൊക്കെ ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അവളുടെ പിന്നാലെ നടക്കേണ്ടി വന്നിട്ടില്ല. അവർ തന്നെയാണ് എല്ലാം കൊണ്ട് നടന്നിരുന്നത്. ഇതാണ് അനീഷേട്ടൻ കേട്ടോ, അമ്പലത്തിലെ മേൽശാന്തിയാണ്. ഇത് അനീഷേട്ടൻ്റെ വൈഫ് രഞ്ജി ചേച്ചിയാണ് കേട്ടോ. അതടുത്തത് മോൾ അവിടെ ഇരിപ്പുണ്ട്. മോള് കുഞ്ഞ് ആരാധ്യയാണെന്നാണ് പേര്. അതുപോലെ തന്നെ ചേച്ചിയുടെ അമ്മയാണ് കൂടെ ഉള്ളത് കേട്ടോ. അധികം വൈകാതെ തന്നെ ശിവേലിയും അതുപോലെ തന്നെ ഗുരുതി പൂജ ഉണ്ടായിരുന്നു. ഗുരുതി പൂജ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷ്വൽസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ അതിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.